സ്ഥിരമായി വെജിറ്റേറിയൻ ഊണ് ഉണ്ടാക്കുന്നവർക്കറിയാം കറികളിലെ വ്യത്യസ്തത നിലനിർത്താനുള്ള ബുദ്ധിമുട്ട്. ഇന്ന് ഞാൻ വെറൈറ്റി ആയ ഒരു ഊണാണ് ഉണ്ടാക്കുന്നത്. ഈ നോമ്പ് കാലത്ത് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരു ഉച്ചയൂണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്കൂത്ത് സോപ്പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഉച്ചയൂണ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഞാനൊരു ചാറുകറിയാണ് വെക്കുന്നത്. അതിന് പടവലങ്ങായും പച്ചമാങ്ങായുമാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പടവലങ്ങായുടെ പകുതിയും ഒരു പച്ചമാങ്ങായും, രണ്ടും ചെറുതായിട്ട് അരിഞ്ഞത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ചുവന്നുള്ളി, 3 പച്ചമുളക് കീറിയത്, ഒരല്ലി വെളുത്തുള്ളി, അല്പം കറിവേപ്പില, വെള്ളം ഒഴിച്ച്. ഇത് ചാറുകറി ആയതുകൊണ്ട് നമുക്ക് വെള്ളം വേണം. ഒന്ന് മിക്സ് ചെയ്യുക. അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. പടവലങ്ങയൊക്കെ വേകുമ്പോഴത്തേക്ക് നമുക്കതിനൊരു അരപ്പ് തയ്യാറാക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു ചുമന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി. ഇത് കീറി വെച്ചേക്കുന്നതുകൊണ്ടാണ് കേട്ടോ 4 എണ്ണമായിട്ട് തോന്നുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, വെള്ളം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് വേഗം വെച്ചിട്ട് വെന്തോന്ന് നോക്കാം. പടവലങ്ങായും മാങ്ങായും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ പടവലങ്ങ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകുമൊന്നുമില്ലല്ലോ. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ചാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇനി എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരു മാങ്ങ എടുത്തത്. പുളിക്കനുസരിച്ച് മാങ്ങ കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. ഇച്ചിരി ഉപ്പും കൂടെ വേണം. ഇപ്പം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് തേങ്ങ അരച്ച് ചേർത്തുകൊണ്ട് ഒത്തിരി സമയം ഇട്ട് തിളപ്പിക്കണ്ട. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കറി മാറ്റാം. ഇനി നമുക്കിതിന് കടുക് വറക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. 2 വറ്റൽമുളകും ചേർക്കാം. ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കടുക് വറുത്തത് കറിയിലേക്ക് ചേർക്കാം. ഇത് നമുക്ക് മൂടി വെക്കാം. ഇനി ഞാനൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആ കടുക് വറുത്ത പാത്രം തന്നെയാണ്. അതിലേക്ക് ആദ്യമേ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതൊരു 4 വറ്റൽമുളകും 6 ചുമന്നുള്ളിയും 4 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് വെച്ചത്. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ചക്കക്കുരുവും ചീരത്തണ്ടുമാണ് തോരൻ വെക്കുന്നത്. ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. വറ്റൽമുളക് ചേർത്തത് കൊണ്ടാണ് ഒരു പച്ചമുളക്. അത് എരിവനുസരിച്ച് നിങ്ങൾ ചേർക്കുക. ഇതിലേക്ക് ചീരത്തണ്ട് ചേർക്കാം. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. ചീരത്തണ്ടിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ചക്കക്കുരു ഇച്ചിരി വേവുണ്ടായിരുന്നത് കൊണ്ട് ഞാനത് അരിഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിതൊന്ന് മൂടി വെക്കാം. ചീരത്തണ്ട് വെന്തോന്ന് നോക്കാം. ചീരത്തണ്ട് ഏകദേശം വേവായിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർക്കാം. ഇത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നുമില്ല. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് അടച്ച് വെക്കാം. തീ കുറച്ചിടണം. നമുക്കൊന്ന് നോക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം. ഇത് നന്നായിട്ട് ആവി കയറണം. അതിനെ തീ കുറച്ചിട്ട് ഒരല്പസമയം മൂടി വെക്കാം.
നമുക്കിതൊന്ന് നോക്കാം. ഇപ്പം എന്തേ നന്നായിട്ട് തോർന്ന് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും അല്പം കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം. ഞാനൊരു വഴുതനങ്ങ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇത് കത്തിരിക്കയല്ല, നീല വഴുതനങ്ങ തന്നെയാണ്, വലിപ്പമുള്ള വഴുതനങ്ങയാണ്. ഇത് ഇതുപോലെ വട്ടത്തിൽ മുറിച്ച് വെച്ചേക്കുന്നത്. ഒരു വലിയ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഒരു വലിയ നാരങ്ങയുടെ പകുതി അതിൻ്റെ നീര്, ഇല്ലെങ്കിൽ വിനാഗിരി ആകാം, പക്ഷേ ഇതിലും നല്ലത് നാരങ്ങാ നീര് തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ വഴുതനങ്ങ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10-15 മിനിറ്റിനേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ചീരയില കൊണ്ടൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് നമുക്കൊരു അരപ്പുണ്ടാക്കണം. അതിന് 1/2 കപ്പ് തേങ്ങ, 2 നുള്ള് ചെറിയ ജീരകം, അതിന് കുറച്ച് തൈര് ഒഴിച്ചാണിത് അരച്ചെടുക്കുന്നത്. ഞാനൊരു 5 ടീസ്പൂൺ തൈര് അതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. ബാക്കി തൈര് അതിൻ്റെ അകത്ത് ചേർക്കാനുള്ളതാണ്. നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം തൈര് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇത് ഒത്തിരി അരഞ്ഞു പോകണ്ട, ഒന്നോടെ അരച്ചുകൊണ്ട് വരാം. കടുകും ചേർത്ത് ഒന്നോടെ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ചൂടായൊരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് ആദ്യം പച്ചമുളക് ചേർക്കാം. ആ കൂടെ തന്നെ ഈ ചീരയിലയും കൂടെ ചേർക്കാം. ഇത് ഞാൻ ഒരു വലിയ പിടി ചീരയില എടുത്ത് അരിഞ്ഞതാണ്. ചീരയില നന്നായിട്ടൊന്ന് വാടി വരണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ആദ്യമേ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും ചീരയിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ചോളും. ഇപ്പം ചീരയില നന്നായിട്ട് വഴന്ന് നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തൈരും തേങ്ങയും കൂടെ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർക്കാം. നമുക്ക് എന്തോരം തൈര് ആവശ്യമുണ്ടോ അത്രയും ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. പച്ചടി എന്ന് പറയുന്നത് ഒന്ന് കുറുകിയിരിക്കുന്നതാണല്ലോ. ഇനി ഇത് തിളക്കരുത്, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇപ്പം തൈരൊക്കെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി പച്ചടിക്കൊന്ന് കടുക് വറക്കാം. അതിന് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇടാം. കടുക് പൊട്ടി അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും മൂത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. കടുക് വറുത്തത് പച്ചടിയിലേക്ക് ചേർക്കാം. ചീരപ്പച്ചടി റെഡിയായി. നമുക്ക് മൂടി വെക്കാം. നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്യാം. അതിന് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിം മതി. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർക്കാം. കുറഞ്ഞ തീയിലൊരു 3-4 മിനിറ്റ് കിടന്നതാണ്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇനി ഇത് തിരിച്ച് മറിച്ച് വിട്ട് വറുത്തെടുക്കാം. വഴുതനങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം.
ചോറ് വെക്കാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. മട്ടയരിയുടെ ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് പടവലങ്ങായും മാങ്ങായും ചേർത്ത ചാറുകറി, ചീരത്തണ്ടും ചക്കക്കുരുവും ചേർത്ത തോരൻ, വഴുതനങ്ങ ഫ്രൈ, ചീരയില പച്ചടി. വളരെ ലളിതമായ വെജിറ്റേറിയൻ ഊണ് റെഡിയായി. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.